ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സിദ്ധിയായ അമ്മ മാർക്കോയ്ക്ക് വിഷുക്കൈ നീട്ടം നൽകുന്നു. തുടർന്ന് മാർക്കോയെക്കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് കണ്ണൻമോൻ ഇപ്പോൾ വരുമെന്നും നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്നുള്ള കാര്യം കണ്ണൻമോൻ അറിയണ്ട എന്നും അമ്മ പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോട്. ശേഷം ക്ഷേത്രത്തിലെത്തുന്ന കണ്ണൻ അപ്രതീക്ഷിതമായിട്ട് അമ്മയെ അവിടെ കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നു. തുടർന്ന് അമ്മ കണ്ണനും വിഷുക്കൈ നീട്ടമായിട്ട് ഒരു വെള്ളി നാണയം നൽകുന്നുണ്ട്. തുടർന്ന് ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയെക്കുറിച്ചെല്ലാം അമ്മ കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം എൻ്റെ ഭാര്യ ഒരമ്മയെ കാണാറുണ്ടെന്നും ഞാൻ കാണുന്ന ഈ അമ്മയും എൻ്റെ ഭാര്യ കാണുന്ന അമ്മയും ഒരാളാണോ എന്ന കണ്ണൻ്റെ ചോദ്യത്തിന് മുൻപിൽ ഒരു ദിവസം ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ദർശനം നൽകാമെന്ന് പറയുന്നുണ്ട് അമ്മ. തുടർന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ അപകടത്തെക്കുറിച്ചും അന്ന് ഇതുപോലൊരു അമ്മയാണ് എനിക്ക് അയ്യപ്പ വിഗ്രഹം തന്നത്. അപകട സ്ഥലത്ത് വെച്ച് ആ അയ്യപ്പ വിഗ്രഹം എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതുപോലൊരു അയ്യപ്പ വിഗ്രഹവുമായിട്ടാണ് വീട്ടിൽ വന്നു കയറിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണൻ അമ്മയോട് പറയുന്നുണ്ട്. തുടർന്ന് അമ്മയുടെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങി കണ്ണൻ അമ്പലത്തിൽ നിന്നും ഇറങ്ങുന്നു. തുടർന്ന് അമ്മയെ കണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട്. ഈ ക്ഷേത്രം ഇങ്ങനെ അനാഥമായിട്ട് കിടക്കേണ്ട ഒന്നല്ലെന്നും ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി എന്നെക്കൊണ്ടാവുന്നതൊക്കെ ചെയ്യണമെന്ന് തൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട്. ശേഷം കണ്ണൻ മാർക്കോയ്ക്കും ലോപ്പസിനും വിഷുക്കോടി കൊടുക്കുന്നു. വീണ്ടും കണ്ണൻ വിഷുസദ്യ കഴിക്കാനായിട്ട് അനന്തുവിനെയും മാർക്കോയെയും ലോപ്പസിനെയും ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ വിഷുസദ്യ അനാഥാലയത്തിലെ അമ്മമാരോടൊപ്പമാണെന്നും അത് കഴിഞ്ഞ് എത്താമെന്നും മാർക്കോ വാക്കു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണന്. ഇതേ സമയം ഉണ്ണിയാണെങ്കിൽ അയാൾ ഇന്ന് ജർമ്മനിയിലെ ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞു പോയിരിക്കുന്നത് മിക്കവാറും അവരുടെ അടുത്ത് തന്നെയായിരിക്കും. അവരോടൊപ്പം ഇരുന്ന് വിഷുസദ്യ കഴിക്കാനായിരിക്കും പോയിരിക്കുന്നത്. ഇന്നത്തോടെ നാടകമൊക്കെ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുമെന്ന് അവരൊരിക്കലും കരുതില്ല. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എടുക്കാനും അവർക്ക് കഴിയില്ല എന്നെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നേരെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട് ലക്ഷ്യമായിട്ട് ഉണ്ണി പോകുന്നുണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട അമ്മയെക്കുറിച്ചും മാർക്കോയെക്കുറിച്ചും എല്ലാം സംസാരിച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നെക്ലസും വളയൊക്കെ കിട്ടിയതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാനുള്ള വഴികളാണ് എൻ്റെ രണ്ടാനമ്മയും കരുണയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഉണ്ണി അവൻ്റെ മനസ്സിൽ എന്തോ ഒരു കനൽ വീണിട്ടുണ്ടോ എന്നൊരു സംശയം. ഞാൻ വിഷുവിന് എടുത്തു കൊടുത്ത വിഷുക്കോടിയൊന്നും ഇടാതെ എന്തോ ഒരു ലക്ഷ്യം വെച്ചാണ് അവൻ്റെ നടപ്പെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ ഉണ്ണിയുടെ കാർ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ കാർ വരുന്നത് കാണുമ്പോൾ കണ്ണനാണെങ്കിൽ വേഗം തന്നെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംശയം ശരി തന്നെയാണെന്നും അവൻ എന്തോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ അവൻ ഇവിടേക്ക് വരില്ല എന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ വല്ലാതാവുന്നുണ്ട്. മേഡം പേടിക്കണ്ട, ഞാനും അനന്ത് സാറും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവനെ വന്ന സ്പീഡിൽ തന്നെ നമുക്ക് പറഞ്ഞയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ സാഗർ. അതേ ഏട്ടത്തി ധൈര്യമായിട്ട് ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് മഞ്ജുവും മഹിയെ സമാധാനിപ്പിക്കുന്നു. ഇതേ സമയം ഉണ്ണി അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയെ കാണുന്നത് നീ എന്താടാ ഉണ്ണി ഇവിടെ, അന്ന് നിനക്ക് കിട്ടിയതൊന്നും പോരെ എന്ന് അനന്ത് ചോദിക്കുമ്പോൾ ഞാൻ വന്നത് അയാളെ കാണാനാണ്. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ, എൻ്റെ ഏട്ടനെ വഞ്ചിച്ച ഇവരുടെ അടുപ്പക്കാരൻ ആരാണെന്ന് എനിക്കറിയണം. ഇന്ന് വിഷുവായിട്ട് അയാൾ ഇവിടെ വരാതിരിക്കില്ല എന്നെനിക്കറിയാം. ഇനിയും നിങ്ങളാരും ഞങ്ങളിൽ നിന്നത് മറച്ചു വയ്ക്കാൻ നോക്കണ്ട എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ ഇതെല്ലാം ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ദേഷ്യം അടക്കി പിടിച്ച് തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയം മഹി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും അറിയും. അതുകൊണ്ട് നീ ഇപ്പോൾ പോ ഉണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് മഹിയും ഉണ്ണിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ടെങ്കിലും ഇല്ല, അയാളെ കണ്ടിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശിയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഉണ്ണിയും. തുടർന്ന് ഏട്ടത്തി പറഞ്ഞത് കേട്ടില്ലേ ഉണ്ണി, അതുകൊണ്ട് ഉണ്ണിയേട്ടൻ പോകാൻ നോക്കുക, എന്നിട്ട് ഇവിടെ കാണിക്കുന്ന ഈ പ്രകടനമൊക്കെ എൻ്റെ അമ്മയുടെയും കരുണയുടെയും മുന്നിൽ കാണിക്കുക എന്ന് മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ സാഗർ ആണെങ്കിലും ഉണ്ണിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഇട്ട് മാക്സിമം ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉണ്ണി അവിടെ അയാളെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ നിൽക്കുന്ന ഇയാളാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് അനന്തുവിനെ ചൂണ്ടിക്കാട്ടി ഉണ്ണി പറയുന്ന ആ ഒരു നിമിഷം തന്നെ അല്ലടാ എന്ന് പറഞ്ഞ് സകല നിയന്ത്രണവും വിടുന്ന കണ്ണനാണെങ്കിൽ അല്ലടാ എന്ന് ബെഡ്റൂമിനകത്തിരുന്ന് പറയുന്നുണ്ട്. കാരണം തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ വേറൊരാളാണെന്ന് പറയുന്നത് അത് കേട്ടിരിക്കാൻ കണ്ണൻ ഇനിയും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സകല നിയന്ത്രണവും വിട്ട് പോവുകയാണ് കേട്ടോ. സഹികേടാണ് കണ്ണന്. അപ്പോൾ എല്ലാവരും അത് ആ ഒരു ഭാഗത്തേക്ക് കണ്ണൻ വരുമോ എന്നറിയാനായിട്ട് അക്ഷമയോടെ ഇങ്ങനെ ആ ഭാഗത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്, ഞെട്ടലോടെ നോക്കുന്നു. എൻ്റെ ഭാര്യയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നല്ലേ നിനക്കറിയേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൻ അവിടേക്ക് കടന്നു വരുന്നു. അപ്പോൾ കണ്ണൻ രണ്ട് കാലിൽ നടന്നു വരുന്ന ആ ഒരു കാഴ്ച കണ്ട് ഉണ്ണിയുടെ
സകല കിളി പോകുന്ന ഒരവസ്ഥയിലാവുന്ന ഒരു ഉണ്ണി. കാരണം കണ്ണൻ നടന്നു തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉണ്ണി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ഷോക്ക്ഡായി പോകുന്നുണ്ട് കേട്ടോ ഉണ്ണി. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് നല്ലൊരു തിരക്കഥ രചിച്ച് അതിനനുസരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നല്ലേ നിനക്ക് അറിയേണ്ടിരുന്നത്, എന്നാൽ നീ മനസ്സിലാക്കിക്കോ, അത് ഞാൻ തന്നെയാണ്. പക്ഷേ നീ അറിഞ്ഞ ഈ സത്യം നീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മേഘൻ്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്നും കണ്ണൻ പറയുന്നത് കേട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിതിപ്പോൾ തന്നെ എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്ന് പോകാൻ നോക്കുന്നു. ഇതേ സമയം തന്നെ ഉണ്ണിയെ ഞെട്ടിച്ചുകൊണ്ട് മാർക്കോയും ലോപ്പസും കൂടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ സംശയമൊക്കെ തീർന്നു കിട്ടിയല്ലോ. നീയൊക്കെ വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്ന ആളായതുകൊണ്ട് തന്നെയാണ് കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഇതുവരെ സത്യങ്ങളൊന്നും പുറത്തു വിടാതിരുന്നത്. നീ പുറം ലോകം കണ്ടാലല്ലേ സത്യങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയും ലോപ്പസും ഉണ്ണി അവിടെ നിന്നും തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. മാർക്കോയാണെങ്കിൽ പലതവണയായിട്ട് ഉണ്ണിക്ക് സ്കെച്ചിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അന്ന് ഓൾറെഡി മാർക്കോ പറഞ്ഞിട്ടുണ്ട്, അന്ന് കണ്ണൻ സാറിൻ്റെ വീട്ടിൽ വെച്ച് അവനൊരു താക്കീത് കൊടുത്തതാണ്. അമ്മയൊക്കെ മുമ്പിലുള്ളത് കൊണ്ടാണ് അവനെ ഒന്നും ചെയ്യാതെ വിട്ടത്. പക്ഷേ ഇനി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ നടന്ന് അവൻ ശല്യം ചെയ്താൽ ശ്രമിച്ചാൽ അവനൊരിക്കലും പുറം ലോകം കാണില്ല എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു മാർക്കോ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലിന് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്